ജൂൺ 26 ബുധനാഴ്ച. മത്തായി 7:15 മുതൽ 20 വരെ വാക്യങ്ങൾ. പലതരം ഫരിസേയരുണ്ടെന്ന് പറയപ്പെടുന്നു. വളരെ കർശനമായ യാഥാസ്ഥിതികർ ഒരു സ്ത്രീയോട് പരസ്യമായി സംസാരിക്കാൻ ധൈര്യപ്പെടില്ല. ആ സ്ത്രീ സ്വന്തം ഭാര്യയോ സഹോദരിയോ ആണെങ്കിൽ പോലും. കുറെ കൂടി സ്ട്രിക്റ്റായിട്ടുള്ള ഫരിസേയർ തെരുവിൽ ഒരു സ്ത്രീയെ പോലും നോക്കാൻ വിസമ്മതിക്കും. അങ്ങനെ സ്ത്രീകളെ നോക്കാതിരിക്കാൻ അവർ കണ്ണുകൾ അടച്ച് നടക്കും. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും മതിലിലും കെട്ടിടങ്ങളിലും എല്ലാം പോയി ഇടിക്കും. അങ്ങനെ അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്യും. ഇവരുടെ ഈ മുറിവുകളും ചതവുകളും അവർ ഏറ്റവും നല്ല ഫരിസേയരാണെന്ന പ്രസക്തി നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നു: ആടുകളുടെ വേഷം ധരിച്ച കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക. നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ചെന്നായ്ക്കളാണവ. അവരുടെ ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ട് അവർ ചെന്നായ്ക്കളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. യേശു മറ്റൊരു ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിയോ അത്തിപ്പഴമോ ആർക്കും ലഭിക്കില്ല എന്ന് അവിടുന്ന് പറയുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. യേശു വീണ്ടും പറയുന്നു, കള്ളപ്രവാചകന്മാരുടെ അവരുടെ പ്രവൃത്തികളാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു നിമിഷം നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ അടിസ്ഥാനപരമായി ഒരു നല്ല വൃക്ഷമായി അല്ലെങ്കിൽ നല്ല ഫലം പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്ന ഒരു വൃക്ഷം ആകുന്നത്? എൻ്റെ ജീവിതത്തിലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാത്ത മേഖലകൾ ഏതൊക്കെയാണ്? നമ്മളെല്ലാവരും നല്ല ഫലവൃക്ഷങ്ങളായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഭൂരിഭാഗവും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നതും. എന്നാൽ ഇന്ന് നമുക്ക് ചോദിക്കാം, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നതിനായി ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏത് വശം അല്ലെങ്കിൽ ഒരു രീതിയാണ്? നമ്മുടെ പൂന്തോട്ടത്തിൽ വളമിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു ചെറിയ മാറ്റം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ ഫലവത്തായ ഒരു വൃക്ഷമാണോ എന്ന് തിരിച്ചറിയുവാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഓരോ കർഷകനും തൻ്റെ ചെടികൾ, മരങ്ങൾ ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളവെടുപ്പ് കാലം വരുമ്പോൾ ചില മരങ്ങൾ ഫലം കായ്ക്കാത്തതിനാൽ അയാളുടെ നിക്ഷേപം തിരിച്ചു പിടിക്കാൻ പോലും കഴിയാതെ വരുമ്പോൾ വലിയ നിരാശയായിരിക്കും. ദൈവത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ്. അവൻ്റെ വാക്കുകൾ വിത്തുകളാണ്. തൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ നല്ല ഫലം നൽകുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. തൻ്റെ മക്കൾ ഫലം കായ്ക്കാൻ മാത്രമല്ല, നല്ല ഫലം കായ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടും വന്യമൃഗങ്ങളെപ്പോലെ പെരുമാറുന്ന കപട വിശ്വാസികളെക്കുറിച്ച് ജാഗ്രത പുലർത്താൻ ഇന്നത്തെ സുവിശേഷം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം നമ്മുടെ പെരുമാറ്റത്തിൽ ബാഹ്യമായി പ്രകടമാകണം.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.